ഓണാട്ടുകരയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് വിറ്റുപോവുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഓണാട്ടുകരയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയ്ക്കായി വിപണന കേന്ദ്രം ആരംഭിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഞാൻ ഞങ്ങളുടെ അഡീഷണൽ ഡയറക്ടറോട് പറയുകയായിരുന്നു, അതിനെക്കുറിച്ചൊരു നടത്തണം. നമുക്ക് എവിടെയാണോ സൗകര്യപ്രദമായ ഇടത്ത് നമുക്കതിനാവശ്യമായൊരു സംവിധാനം ഒരുക്കുന്നതിന് കൃഷി വകുപ്പിൻ്റെ സഹായം ഉണ്ടാകും എന്നറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കൃഷിക്കാരനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ ഇതൊന്നും നടത്തുന്നത് കൊണ്ട് ഒരു കഥയും ഇല്ല. എക്സിബിഷൻ്റെ ഒരു പ്രദർശനം മാത്രം നടത്തിയത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. ഓണാട്ടുകര എള്ളുണ്ട്, എല്ലാം ഉണ്ട്. ഇത് വാങ്ങിക്കേണ്ട ആരെങ്കിലും നമ്മളത് വാങ്ങിക്കാൻ എത്ര പേർ താല്പര്യം കാണിക്കുന്നു? ഓണാട്ടുകര എള്ളെണ്ണ അവിടെ ഇരിപ്പുണ്ട്, ഒട്ടും മായം ചേരാത്ത എള്ളെണ്ണയുണ്ട്. അത് കണ്ടിട്ട് വേറെ ഏതെങ്കിലും കടയിൽ പോയി മറ്റ് സാധനം വാങ്ങിക്കാം എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ തിരുത്തൽ ആദ്യം വേണ്ടത്. നമ്മൾ എത്ര ഗൗരവം നമ്മുടെ കാര്യത്തിൽ കാണിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയണം എന്നുള്ളതുകൊണ്ട് സമയത്തിൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്. കൃഷിയുടെ കാര്യത്തിൽ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന, കൃഷി കൊണ്ട് വരുമാനം കൊണ്ടിട്ട് ജീവിക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. പക്ഷേ എന്നാൽ വസ്തു ഇട്ടിട്ട് കൃഷി ചെയ്യാത്ത കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട്. അവരാണിപ്പോൾ ഇച്ചിരി കൂടുതൽ നിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഓണാട്ടുകര ഉൾപ്പെടുന്ന മധ്യ കേരളത്തിൽ എല്ലാ കൃഷികൾക്കും തുടക്കം കുറിക്കുന്നതിന് അത്യുത്തമമാണ് തിരുവാതിര ഞാറ്റുവേല. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിൻ്റെ കാർഷിക മേഖലയെ തകർത്തിരിക്കുകയാണ്. മുൻ തലമുറയുടെ കാർഷിക പാഠങ്ങൾ ഏറ്റെടുത്ത് കാർഷിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിന് നമുക്ക് കൈകോർക്കാമെന്നും മന്ത്രി പറഞ്ഞു. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ യഥാസമയം വിറ്റുപോവുക എന്നതാണ് പ്രധാനം. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ കാർഷിക പ്രദർശനങ്ങളൊക്കെ വെറും പ്രഹസനങ്ങളായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. ഭൗമസൂചിക അംഗീകാരം ലഭിച്ച ഓണാട്ടുകര എള്ളിൻ്റെ സംഭരണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും മുതിർന്ന കർഷക ജമീലയെയും ചടങ്ങിൽ ആദരിച്ചു. കായംകുളം MLA യു പ്രതിഭ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ടീച്ചർ, കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് തുടങ്ങിയവർ പങ്കെടുത്തു. രോഗികളോടുള്ള ആശുപത്രി ജീവനക്കാരുടെ സമീപനം മെച്ചപ്പെട്ടതായിരിക്കണമെന്ന് മന്ത്രി പി പ്രസാദ്. രോഗികളോടും അവർക്കൊപ്പം എത്തുന്നവരോടും മനുഷ്യത്വത്തോടെയാണ് ജീവനക്കാർ പെരുമാറുന്നതെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി പറഞ്ഞു. രോഗകാര്യങ്ങളും ചികിത്സാ വിവരങ്ങളും രോഗികളുടെ ബന്ധുക്കളെ അറിയിക്കാൻ കൃത്യമായ ആശയവിനിമയ സംവിധാനം ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. കാര്യങ്ങൾ സുതാര്യമാകണമെന്നും ആശുപത്രിയിലെ പബ്ലിക് റിലേഷൻസ് കാര്യക്ഷമമാക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ഗവൺമെൻറ് TD മെഡിക്കൽ കോളേജിൽ ചേർന്ന ആശുപത്രി വികസന സൊസൈറ്റി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി പ്രസാദ്. എന്തുകൊണ്ടാണ് ഈ ഇവിടുത്തെ പബ്ലിക് റിലേഷൻ എന്നത് ആ ആശുപത്രിയിൽ വന്നു വരുന്ന രോഗിയുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് ഇനി MLAയും MPയും മന്ത്രിയും വിളിച്ചാൽ പറയുന്നത് മാത്രമല്ല, വരുന്ന ഒരാൾക്ക് വിവരം കിട്ടണം. അപ്പൊ അത്രയും ഒരു ഇഷ്യൂ ഇവിടെ മറ്റുള്ളവരുടെ പേരുള്ള സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെ കുറയ്ക്കാൻ അത് ഉപകരിക്കും. അതുകൊണ്ട് പബ്ലിക് റിലേഷൻസ് എന്നുള്ളത് ഏറ്റവും ഫലപ്രദമായിട്ട് നിങ്ങളിവിടെ ലാബുകളുടെയും സ്കാനിങ്ങിന്റെയും കാര്യം പറഞ്ഞു. നമുക്ക് വളരെ താമസം നേരിടുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് നമുക്കത് കുറയേണ്ടത്? നിങ്ങൾ കൂടിയാണ് ചേർന്നാണ് പറഞ്ഞാണ്. അതുകൊണ്ടാണ് HODമാർ അവർക്ക് കൂടുതൽ സമയങ്ങൾ കൊടുത്ത് ഒരു ബഹുമാനപ്പെട്ട അംഗം എഴുന്നേറ്റപ്പോൾ നമ്മൾ പറഞ്ഞു HODമാർ പറയേണ്ടത് പറഞ്ഞത് അവരാണ് ഏറ്റവും കൂടുതലെല്ലാം ഇവിടെ അകത്ത് ഫേസ് ചെയ്യുന്നവർ അവരാണ്. പുറമെ നമ്മളിതെല്ലാം കേൾക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ഈ രണ്ടു കൂട്ടരും പറഞ്ഞ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുക? ഒരു രോഗി ഒരു കാര്യത്തിൽ വന്ന് ഈ ചികിത്സാ സമയത്ത് തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ സ്കാനിങ്ങുകളും മറ്റും നടത്താൻ പറ്റുമോ? അത് നടത്താൻ ഓവർലോഡറാണ് ഇല്ലെന്ന് പറയുന്നത്. അതിന് നമുക്ക് കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ ടെക്നീഷ്യന്മാരെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആ കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അത്തരം പ്രപ്പോസലാണ് HDSന് മുമ്പാകെ വരേണ്ടത്. അതിനാവശ്യമായ ചെലവുകൾ എന്താണ്, ഇന്ന സമയത്ത് ചെയ്യാൻ പറ്റും നമുക്ക്. ഇങ്ങനൊരു കാര്യം പറയാതെ എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രാവശ്യവും വന്നിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും ഇതേപോലെ ഒരു തനിയാവർത്തനം പോലെ പോയിട്ട് ഒരു കഥയുമില്ല. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. KC വേണുഗോപാൽ MP, H സലാം MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, പ്രിൻസിപ്പൽ ഡോക്ടർ മറിയം വർക്കി, സൂപ്രണ്ട് ഡോക്ടർ A അബ്ദുൽ സലാം തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ടെന്ന് KC വേണുഗോപാൽ MP. ഡോക്ടർമാരുടെ ഒഴിവുകൾ അടിയന്തരമായി നികത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ ആശുപത്രി വികസന സൊസൈറ്റി യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പ് ഒരു നിബന്ധന ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഏതെങ്കിലും ഡോക്ടറെ സ്ഥലം മാറ്റി പോകുന്നുണ്ടെങ്കിൽ പകരം ആൾ ജോയിൻ ചെയ്താൽ മാത്രമേ അവരെ റിലീവ് ചെയ്യുള്ളൂ. ഇപ്പോൾ അത് ബാധകമല്ല.
ഇപ്പം നിലവിൽ തന്നെ നമ്മുടെ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടർ ഇവിടെ ജോലി ചെയ്യുന്നതായിട്ടാണ് റെക്കോർഡ്. ഡീൻ ഇവിടെയാണ്, പക്ഷേ അവർ അക്കോമഡേഷനിൽ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുകയാണ്. അതൊരിക്കലും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അങ്ങനെ വർക്ക് നടത്താറില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റാണ് അനസ്തേഷ്യയും റേഡിയോ ഡയഗ്നോസിസുമാണ്. ഇതിൽ രണ്ടിലും ഏറ്റവും കൂടുതൽ ഒഴിവുകളാണ്. അപ്പോൾ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുക എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. നികത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് ആളുകളെ സ്ഥലം മാറ്റം കൊടുക്കുക. ഇപ്പോൾ അനസ്തേഷ്യയിൽ 2 പേര് സ്ഥലം മാറ്റം കൊടുത്തിരിക്കുകയാണ്, പകരം ആളെ വെക്കാതെ. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് മന്ത്രി തന്നെ ചുമതലയേറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമന്ത്രി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ യോഗം കുറച്ചും കൂടെ ഫ്രൂട്ട്ഫുൾ ആയേനെ. വന്നില്ല. എന്തായാലും കൃഷിമന്ത്രി വന്നു, അദ്ദേഹത്തെ ധരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ്ടും വരുന്നു പറഞ്ഞിട്ടുണ്ട് യോഗത്തിന്. അപ്പോൾ ഒഴിവുകൾ നികത്തുക എന്ന് പറയുന്ന ഒന്നാമത്. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പല ബിൽഡിങ്ങുകളും പൂർത്തിയാകാതെ കിടക്കുന്നുണ്ട്, പലത് തുടങ്ങിയിട്ടുണ്ട്. പല പൂർത്തിയായ ബിൽഡിങ്ങുകളും മെയിൻ്റനൻസ് നടക്കാത്തതുണ്ട്. ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുക, മരുന്നുക്ഷാമം ഇല്ലാതാക്കുക, ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുന്നതിന് പരിഹാരം കാണുക, കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നിർവഹിക്കുക തുടങ്ങി വിവിധങ്ങളായ പ്രശ്നങ്ങൾ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടെന്നും ഇതിനൊക്കെ പരിഹാരം കാണും എന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളതെന്നും വേണുഗോപാൽ പറഞ്ഞു. യോഗത്തിൽ കൃഷിമന്ത്രി പി പ്രസാദും പങ്കെടുത്തിരുന്നു. ഇവിടെ വാസം യോഗ്യമോ? കവിവാക്യത്തിൻ്റെ പശ്ചാത്തല ഭൂമിയായി മാറിയിരിക്കുകയാണ് പറാൽ കുമരങ്കരി പ്രദേശം. തകർന്ന റോഡും മാലിന്യ കൂമ്പാരവും കൊണ്ട് പ്രദേശവാസികൾ സഹികെട്ടു. ദുരിതം സഹിക്കവയ്യാതെ പ്രതിഷേധാഗ്നി ഇവിടെ ആളിക്കത്തി. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലും വാഴപ്പള്ളി പഞ്ചായത്തിലും കൂടി കടന്നുപോകുന്ന അതിപ്രധാന റോഡാണ് പറാൽ കുമരങ്കരി എന്നുള്ളത്. നോക്കണേ റോഡിലെ കാഴ്ചകൾ. വാഹനങ്ങളിലോ കാൽനടയായോ യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം റോഡാകെ തകർന്നിരിക്കുന്നു. മഴക്കാലമായതോടെ റോഡാകെ ചെളിക്കുളവും. ഇനി മറ്റൊരു കാര്യം, ഈ റോഡിൻ്റെ വശങ്ങളിലും ചേർന്നുള്ള പാടശേഖരങ്ങളിലും സാമൂഹ്യ വിരുദ്ധർ യഥേഷ്ടം മാലിന്യവും നിക്ഷേപിക്കുന്നു. റോഡിൻ്റെ ശോച്യാവസ്ഥയ്ക്കോ മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തുന്നതിനോ മാലിന്യ നിർമ്മാർജ്ജനത്തിനോ അധികൃതർ ആരും തയ്യാറാകാത്ത അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെയുള്ളവർ ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വരുമോ? ചങ്ങനാശ്ശേരിയുടെ സ്ഥിരാകേന്ദ്രമായ ബോട്ട് ജെട്ടി ഭാഗത്തു നിന്ന് തുടങ്ങി കുമരങ്കരിയിലേക്ക് പോകുന്ന ഈ പ്രധാന റോഡ് ഇങ്ങനെയായിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കാൻ അധികാരികൾക്ക് എങ്ങനെ കഴിയുന്നു? ഇതിലെ ആരെങ്കിലും യാത്ര ചെയ്താൽ മാലിന്യത്തിൻ്റെ ദുർഗന്ധം കൊണ്ട് അവർക്ക് ശ്വാസകോശ രോഗവും വഴിയിലെ എണ്ണിയാൽ തീരാത്ത കുഴികൾ കാരണം അവർക്ക് നട്ടെല്ലിന് രോഗവും പിടിപെടും എന്നു തീർച്ച. പരിഹാരത്തിനായി പല വാതിലുകൾ മുട്ടിയിട്ടും പ്രദേശവാസികൾക്ക് പ്രയോജനം കിട്ടിയില്ല. ഈ ദുരിതങ്ങളെല്ലാം സഹിക്കാതെ വന്നപ്പോഴാണ് ഒരു നാടൊന്നാകെ പ്രതിഷേധത്തിനായി ഇറങ്ങിയത്. കോരിച്ചൊരിയുന്ന മഴയിലും നാടിൻ്റെ നാനാതുറയിലും പെട്ടവർ സമരത്തിനായി ഇറങ്ങി. പറാൽ SNDP ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ ബോട്ട് ജെട്ടിയിൽ 5 വിളക്ക് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന സമ്മേളനത്തിൽ ദുരിതബാധിതരും സമൂഹത്തിലെ പ്രമുഖരുമായവർ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. 1990 തുടക്കത്തിൽ പറാൽ കുമരങ്കരിയിലെ നല്ലവരായ നിവാസികൾ അവരുടെ വികസന സ്വപ്നം പങ്കുവച്ച് ഒരു മുന്നേറ്റത്തിന് രൂപം നൽകി. ആ മുന്നേറ്റത്തിന്റെ ഫലമാണ് നമ്മളിന്ന് കാണുന്ന പറാൽ കുമരങ്കരി റോഡ്. നാനാജാതി മതസ്ഥരായ ആളുകൾ അന്ന് 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അണിനിരുന്നതെങ്കിൽ ഇന്ന് 30 വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ വീണ്ടും അണിചേരുകയാണ് നമ്മുടെ റോഡിനെ അതിന്റെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ, നമ്മുടെ റോഡിനെ, നമ്മുടെ നാടിനെ മാലിന്യത്തിൽ നിന്ന് രക്ഷിക്കാൻ, നമ്മുടെ റോഡിനെ മാലിന്യം തള്ളുന്ന സാമൂഹ്യദ്രോഹികളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പറാൽ കുമരങ്കേരി പ്രദേശത്തെ സുന്ദരമായ പ്രദേശമാക്കി മാറ്റുന്നതിന് വേണ്ടി പറാലെ ജനങ്ങൾ ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്നുകൊണ്ട് ഒത്തൊരുമയോടുകൂടി നാടിന്റെ മുന്നിൽ ആവശ്യം ഉന്നയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം, നാട് എല്ലാം മാറുകയാണ്. പക്ഷേ നമ്മുടെ പ്രദേശം പറാൽ കുമരങ്കേരി പ്രദേശങ്ങൾ മാലിന്യത്തിന്റെ കൂമ്പാരമായി മാറുന്ന ഈ കാഴ്ച എത്രയാണ് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നത്? പറാൽ സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ സ്കറിയ പറപ്പള്ളിൽ, പറാൽ SNDP ഗുരുക്ഷേത്രം ബിനിശാന്തി, മുസ്ലിം പള്ളി ഉസ്താദ് സക്കീർ ഹുസൈൻ, പറാൽ പോരാളി വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിന്മാരായ ദിലീപ് വാസവൻ, സാബു പാലക്കളം, ഷിജോ കളപ്പുര,
പൗരപ്രമുഖരായ ടോമിച്ചൻ തൈപ്പറമ്പിൽ, PR വേദവ്യാസൻ, അഡ്വക്കേറ്റ് പവിയാനോസ്, മണിവാസൻ തോപ്പിൽ, ജോഷി കുമരങ്കരി, KK പടിഞ്ഞാറേപ്പുറം തുടങ്ങിയവർ സംസാരിച്ചവരിൽ ഉൾപ്പെടുന്നു. രാവിലെയും വൈകുന്നേരവും കൃത്യമായി സഞ്ചരിക്കുന്നതാണ്. അപ്പം നമ്മളിലെ പല ആൾക്കാരും ഈ ഭക്ഷണ വേസ്റ്റുകളും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും കൊണ്ട് ഈ വഴിയിലിടുന്നത് ഞാൻ പല സമയങ്ങളിലും കാണാറുള്ളത്. രാവിലെ 4:30-5 മണിക്ക് മുതൽ യാത്ര ചെയ്യുന്ന ഞാൻ എല്ലാ ദിവസങ്ങളിലും ഇത് കാണാറുള്ളതാണ്. ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പറാലിൻ്റെ പോരാളികൾ വളരെ ശ്രദ്ധ ഒരു പ്രദേശത്തെ ജനം ഒന്നാകെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരാവശ്യത്തിനായി പ്രതിഷേധവുമായി ഇറങ്ങുമ്പോൾ അവർ സഹിക്കുന്ന ദുരിതത്തിൻ്റെ ആഴം ആർക്കും മനസ്സിലാക്കാൻ കഴിയും. അധികാരികളെ കണ്ണു തുറക്കുക. അന്യായമായ കോർട്ട് ഫീ വർധനവിനെതിരെ അഭിഭാഷകർ സമരത്തിലേക്ക്. ജൂൺ 24 തിങ്കളാഴ്ച ആലപ്പുഴയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തുമെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C. വിധു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിന് ശേഷം, അതായത് 2024 ബഡ്ജറ്റിൽ ഈ കേരളത്തിലെ കോടതികളിൽ കോർട്ട് ഫീ, പ്രത്യേകിച്ചും ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ഫയൽ ചെയ്യുന്ന പെറ്റീഷൻസ്, കംപ്ലയിൻറ്റ്സ്, അതിൽ പ്രധാനപ്പെട്ടത് ഈ ചെക്ക് കേസുകളാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് അനുസരിച്ച് ചെക്കിന്മേലുള്ള അന്യായം, അതിന് കോർട്ട് ഫീസ് ഏർപ്പെടുത്തി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് 2 രീതിയിലുള്ള കേസാണ്. അതായത് ഒന്ന് സിവിൽ കേസ് ഫയൽ ചെയ്യാം, അത് റിക്കവറി ഓഫ് മണിക്ക്. അതോടൊപ്പം തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് അനുസരിച്ച് 138 വകുപ്പ് അനുസരിച്ച് ചെയ്യുന്ന അതിന് പണിഷ്മെൻറ്റ്, ആ രീതിയിലുള്ള അന്യായവും കൊടുക്കാം. അതിലും പറയുന്നുണ്ട്, പണം കിട്ടാനുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു കോർട്ട് ഫീ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ കോർട്ട് ഫീ എന്ന് പറയുന്നത് ചെക്ക് തുകയുടെ 5%. അപ്പോൾ സാധാരണ ആളുകൾ ഒരു ചെക്ക് കേസ് ഫയൽ ചെയ്യാൻ വരുമ്പോൾ എത്ര രൂപയാണോ ചെക്കിൽ എഴുതിയിരിക്കുന്നത്, ആ ചെക്ക് തുകയുടെ 5% കൂടെ റെമിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ സംജാതമാവുകയാണ്. കേരള സർക്കാർ 2024 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കിയ കോർട്ട് ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെയും അഭിഭാഷകരുടെ തൊഴിലിനെയും നേരിട്ട് ബാധിക്കുന്ന അന്യായമായ കോർട്ട് ഫീ വർധനവിനെതിരെയാണ് സമരമെന്ന് അഡ്വക്കേറ്റ് C. വിധു പറഞ്ഞു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് അഭിഭാഷകർ ആലപ്പുഴ ജില്ലാ കോടതിയിൽ നിന്നും പ്രതിഷേധ പ്രകടനം ആരംഭിച്ച് 0 ജംഗ്ഷൻ വഴി തിരിച്ച് ആലപ്പുഴ RDO ഓഫീസിന് മുമ്പിൽ സമാപിക്കും. തുടർന്നാണ് പ്രതിഷേധ യോഗം ചേരുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ സമീപനം ഉണ്ടായില്ലെങ്കിൽ ബോയ്ക്കോട്ട് ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്നും അഡ്വക്കേറ്റ് C. വിധു പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അഭിഭാഷകരായ രേഷ്മ ദിലീപ്, വിനോദ് വർഗീസ്, താരിഷ് മുഹമ്മദ്, നിതീഷ് പുളിമുട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ജലജീവൻ പദ്ധതി മൂലം തകർന്നുപോയ റോഡുകൾ അടിയന്തരമായി നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കുറിച്ചി പഞ്ചായത്തിൽ വീണ്ടും സമരം. 2-ാം വാർഡ് കേന്ദ്രീകരിച്ചായിരുന്നു ഈ വിഷയം ഉന്നയിച്ച് പഞ്ചായത്തിൽ നടത്തിയ 3ാമത് പ്രതിഷേധ സമരം. ജലജീവൻ പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കുറിച്ചി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നടത്തുന്ന സമരത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് കാണാൻ കഴിയുന്നത്. പദ്ധതിക്കായ റോഡുകൾ പൊളിച്ചതുമൂലം യാത്രാ ദുരിതം അനുഭവിക്കുന്നവരും ശുദ്ധജലം ലഭിക്കാത്തവരുമായ ആൾക്കാരാണ് സമര സന്ദേശയാത്രയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറിച്ചി പഞ്ചായത്ത് 2-ാം വാർഡ് കേന്ദ്രീകരിച്ചായിരുന്നു സമരം. ആങ്ങനാട്ടുപടിയിൽ നിന്നും YMA ജംഗ്ഷനിൽ നിന്നും 2 പദയാത്രകളാണ് സംഘടിപ്പിച്ചത്. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും. ആളുകൾ എണ്ണി പറയുന്നു, ഒരുമിച്ചൊന്നായി പറയുന്നു, ഒറ്റക്കെട്ടായി പറയുന്നു. കാൽനട ജാഥ കുറിച്ചി പുത്തൻപള്ളി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം സമരസമിതി ചെയർമാൻ വിജയലാലി ഉദ്ഘാടനം ചെയ്തു. ജാഥ ഒരു സമരം ഇവിടെ സംഘടിപ്പിച്ചത്, അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും ഹാർദവമായ നന്ദി ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ ഒരു ആദ്യ സമരം മാത്രമാണ്. നമ്മുടെ ഇവിടെ കുറിച്ചി പഞ്ചായത്തിലെ എല്ലാവിധ റോഡുകളും ജലജീവൻ പദ്ധതി പ്രകാരം കുഴിച്ച് നാശമാക്കി ഇട്ടിരിക്കുകയാണ്. ജനജീവിതം തന്നെ വളരെ ദുസ്സഹമായിരിക്കുകയാണ്.
ഗതാഗതത്തിന് പറ്റിയതായ ഒരു റോഡുകളല്ല ഇപ്പോൾ നിലവിലുള്ളത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും നിങ്ങളുടെ കുട്ടികളുടെ നേരുന്നു. ജലജീവൻ പദ്ധതി മൂലം 2ാം വാർഡിൽ 8 റോഡുകൾ തകർന്നു കിടക്കുകയാണെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. കുറിച്ചി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ ആർ രാജഗോപാൽ, ജിക്കു കുര്യാക്കോസ്, ജെയിംസ് കാലാവടക്കൻ, ടോമി ഹൈലൻഡ് കോട്ടേജ്, തോമസ് രാജൻ തയ്യിൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. എംപിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് കാവുകൾക്കും വിതരണം ചെയ്യണമെന്ന് കേരള കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. എംപിമാരുടെ ഫണ്ട് കേരളത്തിൽ 1 ലക്ഷത്തോളം വരുന്ന ചെറുതും വലുതുമായ കാവുകൾക്ക് പൂർണ്ണമായ ഒരു വികസനം ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് എംപിമാരുടെ ഫണ്ട് കാവും കുളവും നവീകരിക്കുന്നതിന് കൊടുക്കണം. അതുപോലെ തന്നെ അതൊരു പുതിയ ആവശ്യമാണ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ വർഷവും ഗ്രാൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വർഷവും ഗ്രാൻറ്റ് കൊടുത്താൽ ഗുണമെന്ന് പറയുന്നത് കാവുകൾ വെട്ടി നശിപ്പിക്കാതിരിക്കാൻ സഹായകരമാകും. പിന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കാവുകൾ വിശ്വാസികൾ സംരക്ഷിക്കുകയും ഭൂമിക്ക് ഉടമകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഭൂമി വാങ്ങൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് സർക്കാർ സാമ്പത്തിക സഹായം കൊടുക്കണം. ഇപ്പോൾ ഈ 3 കൂട്ടം കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് 2021 കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളും കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന് ഞങ്ങൾ നിവേദനങ്ങൾ സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ എംപിമാരുടെ ഫണ്ടൊന്നും പുതിയതായിട്ട് വെക്കുന്നൊരു ആവശ്യമാണ്. പൂർണ്ണമായിട്ട് നമ്മുടെ കേരളത്തിലെ കാവും കുളമൊക്കെ നവീകരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ യാതൊരു നീക്കി വെക്കുന്നില്ല. കാവ് വികസനത്തിനുള്ള ഭൂമി വാങ്ങൽ പദ്ധതി നടപ്പിലാക്കുക, കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് എല്ലാ വർഷവും കേരളത്തിലെ കാവുകൾക്കും കുളങ്ങൾക്കും ഗ്രാന്റ് നൽകുക, കേന്ദ്രം നൽകുന്ന ഫണ്ട് എല്ലാ ജില്ലാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും വിതരണം ചെയ്യുമ്പോൾ പരസ്യപ്പെടുത്തുക, എത്ര കാവിന് എത്ര ഫണ്ട് പ്രതിവർഷം വിതരണം ചെയ്തു എന്ന് മാധ്യമങ്ങളുടെ ജനങ്ങളെ അറിയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമിതി ഭാരവാഹികൾ ഉന്നയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി NN ഗോപിക്കുട്ടൻ, അസിസ്റ്റന്റ് സെക്രട്ടറി AK രവീന്ദ്രൻ ശാന്തി, മാങ്കുളം GK നമ്പൂതിരി, സുരേഷ് മണ്ണാർശാല, ആര്യാട് സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി തയ്യാറാക്കിയ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ 2ാം ഭാഗം പ്രകാശനം ചെയ്തു. തഴക്കര ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ രജിസ്റ്ററിന്റെ പ്രകാശനം MS അരുൺകുമാർ MLA നിർവഹിച്ചു. ഒരു പ്രദേശത്തെ ജൈവ വിഭവങ്ങളെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾക്കുള്ള അറിവുകളും അവർ നൂറ്റാണ്ടുകളായി പ്രകൃതിയുമായുള്ള നിരന്തര ഇടപെടലുകളിലൂടെ ആർജിച്ച നാട്ടറിവുകളും ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്നതാണ് ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ. 1ാം ഭാഗത്തിൻ്റെ ന്യൂനതകളും വിവരങ്ങളുടെ അഭാവവും പരിഹരിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായുള്ള പ്രകൃതി ദുരന്തങ്ങൾ മൂലം പരിസ്ഥിതി ജൈവ ആവാസ വ്യവസ്ഥകൾക്കുണ്ടായ മാറ്റങ്ങൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുമാണ് രജിസ്റ്ററിൻ്റെ 2ാം ഭാഗം തയ്യാറാക്കിയിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള അടിസ്ഥാന രേഖ കൂടിയാണ് PBR. ഇതിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ് അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അംബിക സത്യനേശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ S അനിരുദ്ധൻ, സുനിൽ വെട്ടിയാർ, ബീന വിശ്വകുമാർ, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്രുതി ജോസ്, മാവേലിക്കര ബിഷപ്പ്മൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിത്ത് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. SNDP യോഗം 2349 നമ്പർ കണ്ണാടി കിഴക്ക് ശാഖയുടെ ഗുരുകുലം ബാലജന യോഗത്തിൽ പ്രവേശനോത്സവം 2024 സംഘടിപ്പിച്ചു. പഠനോപകരണങ്ങളുടെ വിതരണവും ഇതോടൊപ്പം നടത്തി. ഞായറാഴ്ച രാവിലെ 9:30 പ്രവേശനോത്സവ ചടങ്ങുകൾ SNDP യോഗം കുട്ടനാട് യൂണിയൻ വൈസ് ചെയർമാൻ MD ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന കുട്ടികളുടെ പങ്കാളിത്തമുള്ള ഒരു പഠന പ്രക്രിയയാണ് ഈ ബാലജന യോഗം എന്ന് പറയുന്നത്. നമുക്ക് ഈ സമൂഹത്തിലെ 2 തരം വിദ്യാഭ്യാസ സമുദായങ്ങളുണ്ട്. ഒന്ന് ഔപചാരികമായ വിദ്യാഭ്യാസം, സ്കൂളുകളിലൊക്കെ പോയി പഠിക്കുന്ന വിദ്യാഭ്യാസം. മറ്റൊന്ന് അനൗപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം, അനൗദ്യോഗികമായിട്ടുള്ള വിദ്യാഭ്യാസം. ഔദ്യോഗികവും നമുക്ക് അത്തരം അനൗപചാരികമായിട്ടുള്ള അനൗദ്യോഗികമായിട്ടുള്ള വിദ്യാഭ്യാസ സമുദായമാണ് നമ്മുടെ ബാലജന യോഗത്തിലെ ശാഖായോഗങ്ങളിലൂടെ നടക്കുന്നത്. ഇതിന് നമ്മൾ കൃത്യമായി ഒരു വർഷക്കാലം അപ്പോൾ അനൗപചാരികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ നമ്മുടെ ബാലജന യോഗത്തിലൂടെ നമ്മൾ നടത്തും. യഥാർത്ഥത്തിൽ SNDP യോഗത്തിലെ വളരെ കാലമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമായി 2002 ബാലജന യോഗത്തിന്റെ ഒരു പഠനത്തിന്റെ ആവശ്യം ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്. ആ ബോർഡിൽ ഞാൻ അംഗമായിരുന്നു. ഈ പ്രമേയം അവതരിപ്പിച്ച ആളും കുട്ടനാട്ടിൽ പോയ ഡാലക്കോട് മുമ്പെന്നുള്ള നിലയിൽ ഞാനായിരുന്നു അവതരിപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ ശാഖായോഗം പ്രസിഡന്റ് MR സജീവ് അധ്യക്ഷനായിരുന്നു. ബാലജന യോഗം ടീച്ചർ ശാലിനി സുധൻ ദീപപ്രോജ്വലനം നിർവഹിച്ചു.
നോട്ട് ബുക്ക്, മറ്റ് പഠനോപകരണങ്ങൾ, കുട എന്നിവയുടെ വിതരണം 5-ാം വാർഡ് മെമ്പർ ജോഷി കൊല്ലാറ, യോഗാചാര്യൻ PC സോമൻ, ക്ഷേത്രം മേൽശാന്തി അനൂപ് ശാന്തി എന്നിവർ നിർവഹിച്ചു. യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് PM ജയൻ, ബാലജനയോഗം ഭാരവാഹികളായ ഗൗതം കൃഷ്ണ, അനിൽകുമാർ, ആര്യ രാജേഷ് എന്നിവർ സംസാരിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പുതിയ മെത്രോപൊലിത്ത ഡോക്ടർ സാമുവേൽ തിയോഫിലോസിന് വ്യത്യസ്ത ഉപഹാരവുമായി സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് നിരണം ഇടവക കൽപ്പക വൃക്ഷത്തൈയായിരുന്നു ബിഷപ്പിന് നൽകിയ സമ്മാനം. ആത്മീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ നിരവധി പേർ പൂച്ചെണ്ടുകളും കസവു ഷാളുകളും മെത്രാപ്പോലിത്തയ്ക്ക് സമ്മാനിച്ചപ്പോൾ ഹരിത സമ്മാനമാണ് ഗ്രീൻ കമ്മ്യൂണിറ്റി സ്ഥാപകൻ ആൻഡപ്പൻ അമ്പ്യായം സ്മാരക സമിതി പ്രസിഡന്റും സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് നിരണം ഇടവക സെക്രട്ടറിയുമായ ഡോക്ടർ ജോൺസൺ V. ഇടുക്കുള മെത്രാപ്പോലിത്തയ്ക്ക് സമ്മാനിച്ചത്. സ്ഥാനാഭിഷേകത്തിന് ശേഷം നടന്ന ചടങ്ങിലായിരുന്നു പുരസ്കാര സമർപ്പണം. പരിസ്ഥിതി സംരക്ഷണം ദൈവിക നിയോഗമായി കണ്ടു പ്രവർത്തിച്ച ബിഷപ്പായിരുന്നു അന്തരിച്ച മാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപ്പൊലീത്ത. തിരുവല്ലൈ സഭയുടെ ആസ്ഥാനത്ത് 120 ഏക്കറിൽ 3000-ഓളം മരങ്ങളും ഫലവൃക്ഷങ്ങളുമുണ്ട്. 7 ഏക്കറോളം വരുന്ന കുളവും ഈ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകതയാണ്. ഈ സാഹചര്യത്തിൽ നിരണം ഇടവക പുതിയ മെത്രാപ്പൊലീത്തയ്ക്ക് സമർപ്പിച്ച ഉപഹാരം ഉചിതം തന്നെ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.